ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ ഓഫീസിലോ കോളേജിലൊക്കെ പോകുന്നവരാണ് 5 ദിവസവും 5 രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡേ ടു ഡേ വെയറും കാഷ്വൽ വെയറൊക്കെയാണ് കാണിക്കുന്നത്. ട്രഡീഷണൽ വെയർ ആണ് എങ്കിൽ കൂടിയും സ്റ്റൈലിഷ് ആയിട്ടുള്ള ട്രെൻഡി ആയിട്ടുള്ള കുർത്തകളും കുർത്ത സെറ്റുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടാലോ. വേഗം വീഡിയോയിലോട്ടേക്ക്. ആമസോൺ ബ്യൂട്ടി സെയിൽ നടക്കുന്നുണ്ട് ജൂലൈ 25 മുതൽ ജൂലൈ 29 വരെ. അപ്പം നിങ്ങൾ ആരെങ്കിലും ഷോപ്പിംഗ് പ്ലാൻ ചെയ്യുന്നുവെങ്കിൽ ചെക്ക് ചെയ്തോളൂ. ആദ്യം തന്നെ ബ്ലൂ കളറിൽ നല്ല ഭംഗിയുള്ള വൈറ്റ് ഫ്ലോറൽ പ്രിന്റുകൾ വരുന്ന ഒരു സ്മാർട്ട് കാഷ്വൽ ഡേ ടു ഡേ വെയർ ആണ്. ഇത് വീനക്കിൽ വരുന്ന ഒരു സ്ട്രെയിറ്റ് കുർത്തിയാണ് കേട്ടോ, റെഗുലർ ഫിറ്റിൽ വരുന്നതാണ്. അപ്പോൾ വെബ്സൈറ്റിലുള്ളത് ഇതിൻ്റെ ഫാബ്രിക് റയോൺ ബ്ലെൻഡ്, അതുപോലെ തന്നെ വിസ്കോസ് ബ്ലെൻഡ് എന്നൊക്കെയാണ്. പക്ഷെ എനിക്കിത് ഇട്ടപ്പോൾ ആ ഒരു ഫീല് തോന്നിയിട്ടില്ല. നല്ലൊരു റയോൺ ഇട്ട ഒരു ഫീല് തന്നെയാണ് ഉണ്ടായത്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനൊക്കെയാണ്. നല്ലൊരു കാഷ്വൽ വർക്ക് വെയർ ആണ് കേട്ടോ, ഇടാനും നല്ല കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ട്രൈ ഓൺ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിത് പെയർ ചെയ്തിരിക്കുന്നത് ട്രൗസറുമായിട്ടാണ്, വൈറ്റ് ട്രൗസറുമായിട്ട്. അപ്പോൾ എനിക്ക് ലെഗിങ്സ് അതുപോലെ തന്നെ ആങ്കിൾ ലെങ്ത് ലെഗിങ്സിനേക്കാളും കൂടുതൽ എനിക്ക് ഇതിൻ്റെ കൂടെ മാച്ച് എന്നല്ല, കുറച്ചുകൂടെ നമ്മൾ ആ ഒരു ലുക്ക് എലിവേറ്റ് ചെയ്യാൻ ട്രൗസർ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും, വൈറ്റ്. പിന്നെ അതുപോലെ തന്നെ കുറച്ചൊരു വിത്ത് ആയിട്ടുള്ള പെലാസോ, ഫ്ലോയി ആയിട്ടുള്ള പെലാസോ ഒക്കെ, ക്രോപ്പ് ലെങ്ത്തിൽ വരുന്ന പെലാസോ ഒക്കെ ഇതിൻ്റെ കൂടെ മാച്ച് ചെയ്താൽ നിങ്ങളുടെ ഒരു ഓവറോൾ ലുക്ക് ഒന്ന് എലിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നല്ലൊരു കോളേജ് വെയർ ആണ്. ഇനി ഞാൻ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 799 ആണ്. 799 വർത്ത് ആയിട്ടുള്ള ഒരു കുർത്തയാണ്. അടുത്തത് വൈബ്രന്റ് മൾട്ടി കളറിൽ വരുന്ന ഒരു സെറ്റാണ്, കുർത്തയും പാൻറ്റും അടങ്ങിയിട്ടുള്ള. അപ്പോൾ ഈ ഒരു കുർത്ത അങ്ക്രക മോഡലിലും പാൻറ് വന്നിരിക്കുന്നത് ട്രൗസർ മോഡലുമാണ്. അപ്പോൾ ഇതൊരു ട്രഡീഷണൽ വെയർ ആണ് എങ്കിൽ കൂടിയും ട്രെൻഡി ആയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സെറ്റ് ആയതുകൊണ്ട് നമുക്കൊരു ഫെസ്റ്റീവ് വെയർ ആയിട്ടും അതുപോലെ തന്നെ കാഷ്വൽ വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാഷ്വൽ ഔട്ടിങ്സിനൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് കുർത്ത. ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട് കാംബ്രിക് കോട്ടൺ ആണ്. നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന സൈസ് ലാർജ് ആണ്. അപ്പം നിങ്ങൾ ഈ ഒരു കുർത്ത പർച്ചേസ് ചെയ്യാൻ, ഈ ഒരു സെറ്റ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ സൈസ് ചാർട്ടിൽ വേസ്റ്റ് സൈസ് എന്തായാലും നോക്കണം കേട്ടോ. അത് നോക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്താൽ മതി, കാരണം അതിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു കുർത്ത വരുന്നത്. സൈഡ് സ്ലിറ്റോട് കൂടി വരുന്നൊരു കുർത്തിയാണ്. ഇതിൽ സീക്വൻസ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ്, നല്ല ഒരു ഷേപ്പിൽ വരുന്നൊരു കുർത്തിയാണ്. 3/4 സ്ലീവ്സിലാണുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ട്രൗസർ മോഡലിൽ വരുന്നതാണ്, അതുകൊണ്ട് തന്നെ വിഡ്ത്ത് അങ്ങനെ ഒരുപാട് ഉണ്ടാവില്ല. പിന്നെ ഇത് ഇലാസ്റ്റിക്കും അതുപോലെ തന്നെ ഹാഫ് ഇങ്ങനെയാണ് വരിക. സൈഡ് പോക്കറ്റ്സ് വരുന്നതാണ്. ഡ്രോ സ്ട്രിങ് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടബിൾ ആണ് ഇടാൻ വേണ്ടിയിട്ട്. നല്ല ക്ലോത്ത് ആണ്. ഞാൻ വാങ്ങിക്കുമ്പോഴേ ഇതിൻ്റെ റേറ്റ് 999 ആണ്. അടുത്തത് ബ്ലൂ ആൻഡ് വൈറ്റ് പ്രിന്റുകളിൽ വരുന്ന ഒരു കുർത്ത സെറ്റാണ്. കുർത്തയുടെ കൂടെ നമുക്ക് മാച്ചിങ് പാൻറ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊരു കോട്ട് സെറ്റ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു മോണോട്ടോൺ ഔട്ട്ഫിറ്റാണ്. കുർത്തയും പാൻറ്റും ഒരേ പാറ്റേണിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ അറ്റ്ലീസ്റ്റ് ഒരു മോണോട്ടോൺ ഔട്ട്ഫിറ്റ് എങ്കിലും ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ എൻറ്റയർ ലുക്കിനെ ഒന്ന് എലിവേറ്റ് ചെയ്യാനും നല്ലൊരു എലിഗൻ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഹൈറ്റിനില്ല, കുറച്ചുകൂടെ ഒന്ന് ഉയർത്തി കാണിക്കും കേട്ടോ. നമ്മൾ ഷോർട്ടുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് നീളം പോലെ തോന്നിക്കും. അതുപോലെ കുറച്ച് തടിച്ച ആൾക്കാരാണെങ്കിൽ അവരുടെ സൈസിന്, ബോഡി സൈസിനെ ഒന്ന് ട്രിം ചെയ്തതുപോലെ കാണിക്കും ഈ ഒരു മോണോട്ടോൺ ഔട്ട്ഫിറ്റ്സ് ഒക്കെ. അപ്പം ഇതാണ് കുർത്ത. ഇതിൻ്റെ ഫാബ്രിക്കും കാംബ്രിക് കോട്ടൺ ആണ്. നല്ല കംഫർട്ടബിൾ ആണ് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ ഈ പ്രിന്റുകളൊക്കെ എന്ന് പറയുന്നത് നല്ല എലിഗൻ്റ് ആയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള പ്രിന്റുകളാണ്. നല്ലൊരു ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, അതുപോലെ തന്നെ കോളേജ് വെയർ ആയിട്ടും. പിന്നെ ഇതിലൊരു സ്ട്രെയിറ്റ് കട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഹെമ്മ് വന്നിട്ട് സ്ട്രെയിറ്റ് ഹെമ്മല്ല, ഒരു സൈഡിൽ ഇങ്ങനെ ആർക്ക് പോലെ വരുന്നൊരു ഹെമ്മാണ്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന പാൻറ് ഇത് ട്രൗസർ ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഹാഫ് ലെങ്ത്തോളം ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ നേരത്തെ പോലെ തന്നെയാണ് ഇത് പാൻറ് വന്നിട്ട് ഡ്രോ സ്ട്രിങ് വരുന്ന പാൻറ്റാണ്. അതുപോലെ തന്നെ ഈ ഇലാസ്റ്റിക്കും ഉണ്ട്, ഡ്രോ സ്ട്രിങ്ങും ഉണ്ട്. പിന്നെ ഇത് മൾട്ടിപ്പിൾ സൈസിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ വാങ്ങുമ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 999 ആണ്. എത്നിക് ഡേ സെലിബ്രേഷൻ വരുന്ന സമയത്ത് അതുപോലെ വല്ലപ്പോഴും നമുക്ക് തോന്നുവാണ് എത്നിക് ഔട്ട്ഫിറ്റിലൊക്കെ നമുക്ക് പോകണം തോന്നുവാണെങ്കിൽ അതിനെ പറ്റിയൊരു ഷോർട്ട് കുർത്തിയാണ് എൻ്റെ കയ്യിലുള്ളത്.
ഈ ഒരു കുർത്തി. ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട് റയോൺ ആണ്. ഇതിൻ്റെ റേറ്റ് ഞാൻ കൊടുത്തത് 599 ആണ്. പിന്നെ ഇത് ഫ്ലെയർ ആയിട്ട് വരുന്നതാണ് കേട്ടോ. പിന്നെ ഇതിലിങ്ങനെ കെട്ടാനൊക്കെ നാടയുണ്ട് പുറകിൽ. ഇത് സോളിഡ് പാറ്റേണിൽ വരുന്നതാണ്. ആകെ പറയാനുള്ളത് യോക്കിലെ ഈ ഒരു എംബ്രോയിഡറി വർക്കാണ്. സ്ലീവ്സ് ഇത്രയേ വരുന്നുള്ളൂ. നല്ല കംഫർട്ടബിൾ ആണ് ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ എടുത്ത സൈസ് ലാർജ് ആണ്. ഇതും നിങ്ങൾ സൈസ് ചാർട്ട് നോക്കിയിട്ട് എടുത്താൽ മതി. ഇനി ഞാനിത് പെയർ ചെയ്തിരിക്കുന്നത് ജീൻസിൻ്റെ കൂടെയല്ല, ഞാൻ എന്താ പറയുക നല്ല ഫ്ലെയേർഡ് ആയിട്ടുള്ള പെലാസോയുടെ കൂടെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ജീൻസിൻ്റെ കൂടെ അല്ലാതെ ധോത്തി പാൻറ്റിൻ്റെ കൂടെ, അതുപോലെ തന്നെ കുറച്ച് വൈഡ് ലെഗ് ആയിട്ടുള്ള പെലാസോയുടെ കൂടെ, ഇപ്പം ട്രൗസേഴ്സ് തന്നെ പല മോഡലിൽ വരുന്നുണ്ട്, റിലാക്സ്ഡ് ഫിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനത്തെ വൈറ്റ് പാൻറ്റുകളുടെ കൂടെ നിങ്ങൾ പെയർ ചെയ്തിടുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഈ ഒരു ലുക്കിനെ കുറച്ചൊന്ന് എലിവേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓക്സിഡൈസ്ഡ് ജ്വല്ലറി ഒക്കെ ആയിട്ട് പെയർ ചെയ്തിടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം ഈ ഒരു ഫാഷൻ എന്ന് പറയുന്നത് ഇത് ഔട്ട്ഡേറ്റഡ് ആവാത്തൊരു ഫാഷനാണ്. ഇനി നമുക്കൊരു ഇൻഡോ വെസ്റ്റേൺ ലുക്ക് പിടിക്കണമെങ്കിൽ അതിന് പറ്റിയൊരു ഷോർട്ട് കുർത്തിയാണ് ഈ ഒരു കുർത്തി. ഇത് ഗ്രീൻ കളറിൽ ഫ്ലോറൽ പ്രിന്റുകൾ വരുന്ന ഒരു ഷോർട്ട് കുർത്തിയാണ്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കുർത്തിയാണിത്. അപ്പോൾ ഇത് ഞാൻ പെയർ ചെയ്തിരിക്കുന്നത് ബൂട്ട് കട്ട് ജീൻസുമായിട്ടാണ്. അപ്പം നല്ല ഭംഗിയുണ്ടാവും, ഒരു എൻ്റയർ ലുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങൾ അതുപോലെ എന്താ പറയുക, ബൂട്ട് കട്ട് ജീൻസ്, വൈഡ് ലെഗ് ജീൻസ്, അതുപോലെ സ്ട്രെയിറ്റ് ഫിറ്റിൽ വരുന്ന ജീൻസിൻ്റെ ഒക്കെ കൂടെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. സാധാരണ സ്കിൻ ഫിറ്റിൻ്റെ കൂടെ പെയർ ചെയ്യാണ്ട് ഇതിൻ്റെ കൂടെയൊക്കെ നിങ്ങളൊന്ന് പെയർ ചെയ്ത് നോക്കൂ, നല്ല ഭംഗിയുണ്ടാവും നിങ്ങളുടെ എൻ്റയർ ലുക്ക് കാണാൻ. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനീസ് കോളറിൽ താഴെ ഇങ്ങനെ ബട്ടൺസ് ഒക്കെ വരുന്ന ഒരു ബട്ടൺസിൻ്റെ ഡിസൈനോട് കൂടി ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷോർട്ട് കുർത്തിയാണിത്. അപ്പോൾ ഇതിൻ്റെ റേറ്റും 599 ആണ്. കോട്ടൺ ആണ് മെറ്റീരിയൽ. അപ്പോൾ ഇതും സൈസ് ചാർട്ട് നോക്കി തന്നെ എടുത്താൽ മതി. കാരണം ഇതിൻ്റെ ഒരു വേസ്റ്റിൽ എനിക്കൊരു ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഞാൻ എടുത്തിരിക്കുന്നത് ലാർജ് ആണ് ആൻഡ് എൻ്റെ വേസ്റ്റ് അളവ് വന്നിരിക്കുന്നത് XL ആണ്. ബാക്കിയൊക്കെ ലാർജിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് മാത്രം എടുക്കുക. അത്യാവശ്യം വയറൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു സൈസ് അപ്പ് ചെയ്തെടുത്തോ നിങ്ങൾ. ഇന്ന് കാണിച്ച ഫസ്റ്റ് ഒഴികെ ബാക്കിയൊക്കെ കാണിച്ച കുർത്തകൾ, ഫസ്റ്റും അതുപോലെ തന്നെ നമ്മളൊരു കോഡ് സെറ്റും കാണിച്ചില്ലേ, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കുറച്ച് വയറൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു സൈസ് അപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ്, ഇത്രയും പ്രൊഡക്റ്റുകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം നല്ല നല്ല വീഡിയോ ആയിട്ട്. അതിനേക്കാളും മുന്നേറ്റൊരു കാര്യം പറയാനുണ്ട്, വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ലൈക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. അറ്റ്ലീസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.